ഹലോ, ഹലോ. ലിയാക്കത്തിലാണോ? ലിയാക്കത്തിൽ. അതെ. ആ. ഞാൻ നിങ്ങളോടൊരു കാര്യം, ഒരു സംശയം ചോദിക്കാൻ വേണ്ടിട്ടാണ്. അല്ല, ഞാൻ എന്താ വെച്ചാൽ നിങ്ങളെ വിമർശനങ്ങളൊക്കെ കേൾക്കലുണ്ട്. അപ്പൊ ഉം. വിമർശനത്തിനല്ല, അപ്പൊ ഞാൻ എന്റെ ഒരു സംശയമാണ് കേട്ടോ. ആ. എന്താ വെച്ചാൽ ഉം. ഞാനിങ്ങനെ ചിന്തിച്ചതാണ്. ആ. താങ്കൾ ഇപ്പൊ മുഹമ്മദ് നബിനെ ഒരു മാതൃകാ പുരുഷനായിട്ട് കാണാത്ത കാലത്തോളെ ഉം. അതിൽ വിമർശിക്കുന്നതിൽ ലോജിക്ക് ഉണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. മാതൃകാ പുരുഷനായിട്ട് നമ്മൾ ഒരാളെ കാണുമ്പോ പിന്നെ അയാളെ വിമർശിക്കുന്നതിലല്ലേ ലോജിക്കില്ലാത്ത? അല്ല, കാണാത്ത കാണുന്നില്ലല്ലോ കാലത്തോളം എന്നാണ്. വിമർശിക്കാലോ. അപ്പൊ ഞാൻ അതിൽ കണ്ടൊരു ചിലപ്പോ എന്റെ പൊട്ടത്തരായിരിക്കും. പക്ഷെ ഞാൻ കണ്ടെന്ന് വെച്ചാല്, ഉം. നമ്മളിപ്പോ ഒരു യൂണിഫോം ആണല്ലോ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു യൂണിഫോം ആണ്. കാരണം അതില് ആദ്യം ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഫോളോ ചെയ്യാനുള്ളതാണല്ലോ ഖുർആനും മുഹമ്മദ് നബിയും ഒക്കെ. ആ. ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, അത് പറ്റൂല. ആ. അതില് അങ്ങനെയാണല്ലോ. ഇപ്പോ ആ. യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ നോക്കുമ്പോൾ ചിലപ്പെങ്കിൽ ഉം. അത് ഫോളോ ചെയ്യാത്ത ആളുകളെ കൊല്ലണമെന്നൊക്കെ ഉണ്ടാവാൻ മതിയാവും. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ, അല്ലെങ്കിൽ നമ്മുടെ നിങ്ങൾ നിലവിലെ എത്ര വ്യവസ്ഥയില് ഞാൻ ലളിതമായിട്ടാണ്, ചോദിക്കാട്ടോ. അതായത് നിങ്ങൾ പറഞ്ഞ ഒരു യൂണിഫോം അയച്ചാല് ആളെ കൊല്ലാന്നൊക്കെ ചിലപ്പോ അതിൽ ഉണ്ടാവും. നിങ്ങൾ എത്ര ലളിതമായിട്ടാ പറയണത് ആലോചിച്ചോക്കെ. അല്ല, നിങ്ങൾ ഞാൻ തന്നെ പറഞ്ഞ എന്താന്നറിയോ, സമീകരണം, നിങ്ങൾ പറഞ്ഞ ഉദാഹരണം അനുസരിച്ച് ഇതൊരു യൂണിഫോം ആണ്. അത് ഇട്ട് നിക്കണോലെ ഉം, ഒരുമിച്ച് പോകണു, ഇടാത്തോലെ അത് ഒഴിവാക്കി പോണു അല്ല എന്ന് പറയുമ്പോ അങ്ങനെ ഓക്കെ, ഒരാൾ ആ യൂണിഫോം ഇനി ഇടുന്നില്ല എന്ന് തീരുമാനിച്ചാല് അയാളെ കൊല്ലണം എന്നൊക്കെ ചിലപ്പോ കിതാബിൽ ഉണ്ടാവും. നിങ്ങൾ എത്ര ലാഘവത്തോടെയാണ് പറയണത് ആലോചിച്ചോക്കൂ. ഓക്കെ, അത് ഞാൻ പറയാം. അപ്പൊ ഞാൻ ആ. പറഞ്ഞാല് അത് താങ്കള്, ഇപ്പൊ ഞാൻ അതിന് ഡീപ്പായിട്ട് പോകാത്തതുകൊണ്ട് താങ്കൾ ഉന്നയിച്ച ഉം. വാദങ്ങൾ ഉണ്ടല്ലോ, ആ. യഥാർത്ഥത്തിൽ അതില്ലാന്ന് എനിക്ക് ആർഗ്യുമെന്റ് ചെയ്യാൻ പറ്റില്ല, ഉണ്ട് ആ. എന്നും പറയാൻ പറ്റില്ല. ഉം. പക്ഷെ അങ്ങനെ താങ്കൾ പറഞ്ഞല്ലോ. പക്ഷെ ആ. നിലവിലെ നമ്മളെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ നമ്മളെ വ്യവസ്ഥയില്, താങ്കളൊരു അത് മണ്ണാർക്കാടുകാരനാണ്, കേരളത്തിലെ നമുക്കറിയാലോ. വ്യവസ്ഥ അല്ലല്ലോ. നമ്മള് മതം എന്ന് പറഞ്ഞ വേറെ അല്ല അല്ല സാധനല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തായിരുന്നു, ഉം. ഇവിടെ ഈ വ്യവസ്ഥയിൽ ഈ ഭരണകൂടം നിരോധിക്കാത്ത കാലത്തോളം, ഉം. ഇവിടെ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാലത്തോളം അത് പിന്തുടരുന്ന ആളുകൾ പിന്തുടരുക, ആ, ആയിക്കോട്ടെ, അല്ലാത്തവർക്ക് അതിനെന്താ. അത് വിഡ്രോ ചെയ്യാലോ. ആ, വിഡ്രോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടി ഇവിടെ വേണം. അതെ പറഞ്ഞതേ. അല്ല, അതുണ്ടല്ലോ അതില്ല, ലിയാഖത്ത് ഭായി, ഇല്ലേ? അതില്ല, ഇല്ല, അതില്ല, ഏഹ് അതില്ല. അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം താങ്കളൊക്കെ നിങ്ങൾ ഒരു മനസ്സിലാക്കണമെങ്കിൽ, നിങ്ങളത് മനസ്സിലാക്കണം, ഏഹ് നിങ്ങളത് വിട്ടു എന്ന് വെറുതെ ഒന്ന് പ്രഖ്യാപിച്ചു നോക്കി. അപ്പൊ അറിയാം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. നിങ്ങൾ വെറുതെ ഒരു ഞാൻ ടെസ്റ്റ് മനസ്സിലാക്കി. ഡോസ് ആയിട്ട്, അതായത് അത് നിങ്ങൾക്കത് ഉം, മനസ്സിലാവൂല ഉം, എന്ന് ഞാൻ പറഞ്ഞത്. അതായത് ചില കാര്യങ്ങള് നമ്മള് ഉം. എന്താണ് അണ്ടിയോട് ഇറക്കുമ്പോൾ മാങ്ങന്റെ പുളി അറിയുള്ളൂ അറിയില്ലേ, ആ, ആ. എന്നതുപോലെ നിങ്ങൾക്ക് അത് എന്താന്ന് മനസ്സിലാവണമെങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലാവണമെങ്കിൽ, പ്രത്യേകിച്ച് മുർത്തദ്വായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ വെറുതെ നിങ്ങളെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് സ്വകാര്യം വിളിച്ചിട്ട് എനിക്കിതിൽ വിശ്വാസം ഒന്നുമില്ല കേട്ടോ എന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി, ഒരു തമാശക്ക്, ഒരു ടെസ്റ്റ് ഡോസ്. അപ്പൊ അറിയാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങള് വീട്ടിൽ നിങ്ങളെ ഏറ്റവും അടുത്ത, നിങ്ങൾക്ക് ഏറ്റവും എന്തും തുറന്നു പറയാൻ അടുപ്പുള്ള, ഭയങ്കര ആത്മബന്ധമുള്ള ഒരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ ഒരു സഹോദരനോടോ ബന്ധുക്കളോടോ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കി. അപ്പൊ മാത്രമേ നിങ്ങൾക്ക് ഇതെന്താന്ന് മനസ്സിലാവുള്ളൂ. അതുവരെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാനത് പറയാൻ അപ്പൊ കാരണം ഞാൻ വെച്ചാൽ അല്ല എനിക്ക് മനസ്സിലായിരുന്നില്ല. എനിക്കിത് പറഞ്ഞപ്പോ മനസ്സിലായത് ഇത്. അല്ല, അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ അറിയോ, അല്ല ആ. ഞാൻ ചോദിച്ചത് എന്താ അറിയോ, ആ. ഇപ്പൊ താങ്കളുടെ വിമർശനത്തെയൊക്കെ ഞാൻ പറയുന്നില്ലേ, ഞാന് ഉം. ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്, ഇപ്പോഴും ഉം. വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ ഉം. താങ്കളുടെ പല യൂട്യൂബും അതുപോലെ ഫോൺ കോളുകളൊക്കെ കാണുമ്പോൾ ഉം. പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനൊക്കെ കഴിയുന്നുണ്ട്. അത് ഉം. ശരി തന്നെയാണ്. ഉം. അതിലൊന്നും അത്രേ തെറ്റോ നമ്മൾ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒട്ടുണ്ട് താങ്കളെ ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ ഉം. ഞാനിതിൽ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ, ഞാൻ ഉം. ചോദിക്കുന്നത്, ഉം. ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്കൂൾ എടുക്കുക, ഒരു സ്കൂൾ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു സ്കൂള്, ആ ഉം. സ്കൂളിൽ ഇപ്പൊ ഒരു യൂണിഫോം പറയാണ്. ഉം. എങ്ങനെ ഉം. ആ സ്കൂളിൽ ഇപ്പൊ പറയാണ്, ഒരാള് മഫ്തയും പർദ്ദയൊക്കെ ഇട്ടിട്ട് വരണമെന്ന് പറയാണ്. ഉം. അത് ലിയാഖത്ത് ഭായിനെ സംബന്ധിച്ചിടത്തോളം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഉം. ലിയാഖത്ത് ഭായിക്ക് അതിൽ ഒരു ഓപ്ഷൻ എന്താണ്, ഉം. അവിടെ കുട്ടികളെ വിടാതിരിക്കുക. ഉം. അതേ സമയത്ത് നിങ്ങൾ അവിടെ കുട്ടികളെ വിടാതിരിക്കുകയും ഉം. ആ സ്കൂളിലെ യൂണിഫോം മാറ്റണമെന്ന്, ഗവൺമെന്റ് അംഗീകരിച്ച സ്കൂളിൽ മാറ്റണമെന്ന് പറയുമ്പോൾ ഉം. അതിലുള്ള ലോജിക്ക് അതാ ഞാൻ ചോദിക്കുന്നത്. അതേപോലത്തെ ഒരു സാധനമല്ലേ ഇത്. നമ്മൾ രണ്ട് കാര്യങ്ങളെ സമീകരിക്കുമ്പോഴേ, നമ്മളൊരു ഉദാഹരണമായിട്ട് പറയുമ്പോഴേ, നമ്മള് ഏഹ് ഏഹ് പിന്നെ ഒരു ഹലുവയും മത്തിക്കറിയും തമ്മിൽ താരതമ്യമല്ലല്ലോ. രണ്ടും രണ്ട് സാധനമാണ്. നിങ്ങൾ പറയണത് വേറൊരു സാധനം, ഞാൻ പറഞ്ഞത് വേറൊരു അല്ല, സാധനമാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, നമ്മൾ ഉം. ആ സ്കൂളിന്റെ അതുപോലെ ആ ഇസ്ലാമിന്റെ ഒരു ഭാഗമായി. സ്കൂളുമായിട്ട് നിങ്ങൾക്ക് ഒരു മതത്തെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. അതാണ് അല്ല, പറഞ്ഞത്. കഴിയൂലെന്ന് ഞാൻ ചോദിക്കുന്നത്. കാരണം എന്താ കഴിയൂല. അറിയോ, അല്ല, ഇസ്ലാമിൽ കഴിയൂല. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. പറയുന്നില്ലേ,
ഞാൻ പറഞ്ഞുതരാം, തെക്കും ഒരു മിനിറ്റ് തിരിക്കും ഞാൻ വലിയ പറഞ്ഞുതരാം, ഒറ്റ മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ നിങ്ങൾ ആർഗ്യുമെന്റ് ചെയ്യല്ല കേട്ടോ. നിങ്ങളെ സമീകരിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാ അതൊന്ന് ഒരുപോലെ ആക്കി കാണിച്ചത് ഞാനത് പറഞ്ഞുതരാം. ഒരു ഓക്കെ ഉദാഹരണം ഞാൻ പറയുമ്പോ നമ്മള് രണ്ടും ഓക്കെ ഒരുപോലെ ഞാനത് ആയിരിക്കണ്ടേ? ഞാനത് മനസ്സിലാക്കുന്നത് പറയും. ഞാൻ പറഞ്ഞില്ലേ, ഉം, ശരി, ഉം. ഞാനിത് ഫുള്ളായിട്ട് പഠിച്ചു പറയില്ല, എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ആ, ചിലപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഇതിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. ഉം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉം, ഞാൻ പഠിച്ച ഇസ്ലാം അധികം ഉം, ഒന്നും പഠിച്ചിട്ടില്ല. ഉം, പഠിച്ച ഇസ്ലാം എന്താ വെച്ചാല് ഉം. അവരോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ലക്കും തിരിക്കും, നിങ്ങളെ വിശ്വാസം നിങ്ങൾക്ക് വലുത് എന്ന് പറഞ്ഞ് പിന്തിരിയാന്നാണ് ഞാൻ ഉം. അങ്ങനെയാണ് ഇസ്ലാം അത് നിങ്ങൾ പറയാന്നാണ് റിവേഴ്സ് ഞാൻ ആയിട്ട് മനസ്സിലാക്കിയത്. പഠിച്ചോണ്ടാണ്. ഓക്കെ അതായത് ഞാനതാ പറഞ്ഞത്, നിങ്ങൾ ആർഗ്യുമെന്റ് നിങ്ങളെ കുറ്റല്ല, ഞാൻ പറഞ്ഞുതരാം. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പാണ്. ആ ഓക്കെ, 4 മാസം അതെ സമയം കൊടുത്തിട്ട് അവരെ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നു കളയണം എന്ന് പറയുന്നത് മക്കം ഫത്തിന് ശേഷമാണ്. ആരോടാണ് ഈ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞ അതേ ഖുറൈശികൾക്ക് വേണ്ടി ഇറങ്ങിയ ആയത്താണ് സൂറത്ത് തൗബയിലെ 5-ാമത്തെ വചനം. അങ്ങനെ ആ 4 മാസങ്ങൾ കഴിഞ്ഞാൽ അവരെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക. അല്ല, ഏതുവരെ? അതാ ഞാൻ അവര് പറഞ്ഞത്. അവര് ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാവുന്നത് വരെ. അങ്ങനെ അല്ല, അതാ തയ്യാറായാൽ ഞാൻ അവർ പറഞ്ഞത്. വിട്ടേക്കുക. ഓക്കെ ലിയാഖത്ത് ഭായി, അതാ ഞാൻ നേരെ മുമ്പേ പറഞ്ഞത്. നിങ്ങൾ ഉം, പറഞ്ഞില്ലേ നിങ്ങൾ എത്ര ലാഘവത്തോട് കൂടി പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കിതാബുകളല്ല. ഞാൻ ഉം. പറഞ്ഞ നമ്മള് കേരളത്തിൽ സ്വതവേ ഇപ്പൊ ഞാനൊക്കെ അല്ലല്ല, മദ്രസ പോയ കിതാബാണ് ഇസ്ലാം. ഓക്കെ ആ, കിതാബാണ്. ഈ കിതാബ് ഞാൻ പഠിച്ചൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഉം, ഇപ്പൊ ഒരാളെ കണ്ട്, ഇപ്പൊ ഉം, ലിയാഖത്ത് ഭായിനെ തന്നെ ഞാൻ വിളിക്കുന്ന ഒരു ശത്രുവായിട്ടല്ല. ഉം, അപ്പൊ ഞാനിപ്പോ ഒരാളെ കണ്ട് അയാളോട് ഞാൻ എന്റെ ആശയങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഉം, പഠിച്ചതാട്ടോ. ഉം, ഞാൻ കിതാബിലേക്ക് പോകുന്നില്ല, ഞാൻ നിങ്ങളോട് അതാ പറഞ്ഞത്. ഉം, കിതാബിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം, പക്ഷെ ഉം, നമ്മുടെ കേരള വ്യവസ്ഥ എന്നൊക്കെ ഞാൻ പറയാൻ കാരണം അതാ. ഉം, അപ്പൊ ലിയാഖത്ത് ഭായിനോട് ഇപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ലിയാഖത്ത് ഭായിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉം. ലക്കും തിരിക്കും നിനക്ക് നിന്റെ വിശ്വാസം വലുത് എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോരാന്നാണ്. അത് ഇതേ ഇന്ത്യയിൽ രൂപത്തിലാണ് അങ്ങനെയാണ്. ഞാൻ ആ ഇന്ത്യ യൂണിഫോമിനെയും ജനാധിപത്യ കണ്ടത്. രാജ്യമാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇന്ത്യയിൽ അത് ചെയ്യാൻ മറ്റേ പറ്റുള്ളൂ. ഇസ്ലാം മറ്റേടത്തൊക്കെ ഇപ്പൊ അങ്ങനെ നിലനിൽക്കുന്നൊന്നുമില്ലല്ലോ എവിടെ ലിയാഖത്ത് ഭായി. ഞാൻ ഇസ്ലാം വിട്ടാ പറഞ്ഞ എന്താണ് ഇസ്ലാം? നിങ്ങൾ മനസ്സിലാക്കിയ ഇസ്ലാം എന്താ അത് പറഞ്ഞേ. ഞാൻ മനസ്സിലാക്കുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാല് ഉം. ഒരു ജീവിത പദ്ധതിയാണ്. കാരണം അല്ലേ? ഖുർആനെയും അത് ആ ജീവിത റസൂലിനെയും പദ്ധതിക്ക് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഏറ്റവും മികച്ച ജീവിത പദ്ധതിയാണ്, അല്ലെ? ദൈവത്തിൽ നിന്നുള്ളതായതുകൊണ്ട്. അങ്ങനല്ല, അത് വിശ്വസിക്കുന്നവർക്ക് മാത്രല്ലേ അല്ല, ലിയാഖത്ത് ഭായി. വിശ്വാസമാണ് പറഞ്ഞത്. ഞാൻ അതിൽ പെട്ട ആളല്ലായിരുന്നോ? ഞാൻ അതാ പറഞ്ഞ ഇപ്പൊ അതിനകത്ത് പെട്ട ലിയാഖത്ത് ആളല്ലേ? ഭായിക്ക് അത് തെറ്റാന്ന് അതെ ആ, ലിയാഖത്ത് ഭായിക്ക് അത് തെറ്റാണെന്ന് തെറ്റാന്ന് തോന്നുമ്പോ തോന്നിക്കഴിഞ്ഞാൽ അത് വിട്ടു വിട്ടുപോകല്ല. വെക്കുക. അതൊരു മിനിറ്റ്. അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാല് ഈ തെറ്റിദ്ധാരണയിൽ ആളുകളെ അകപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാധനം ഇത് ഈ പറഞ്ഞ പോലൊന്നും അല്ല എന്ന് എന്റെ ബോധ്യം, എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ നേരത്തെ അതാണല്ലോ. പറഞ്ഞ ഇന്ത്യ രാജ്യത്തില്ലേ? അല്ല, അതാണല്ലോ ലിയാഖത്ത് ഭായി. അത് നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധരിപ്പിക്കപ്പെടും. മിനിറ്റ്, നിങ്ങളിപ്പോ മതം പ്രബോധിപ്പിക്കാൻ ശ്രമിച്ചു, അത് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞിട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ട്. അതേപോലെ തന്നെ അല്ലേ ഇത് ഈ പറയണ പോലത്തെ വലിയ അല്ല, മഹാസംഭവം ഒന്നും നിങ്ങൾക്ക് അല്ലാന്ന് എനിക്ക് വിമർശിക്കാൻ ബോധ്യപ്പെട്ടു. പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ, വിമർശിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അത്രേ ഉള്ളൂ. പറയുന്നില്ല. ഞാൻ പിന്നെന്താ പ്രശ്നം? ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഉം. ഞാൻ ചോദിക്കുന്നത് ലിയാഖത്ത് ഭായി, നിങ്ങൾ വിമർശിക്കേണ്ടെന്ന് പറയുന്നില്ല. പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യ രാജ്യത്ത് നമുക്ക് വിമർശിക്കാനൊക്കെ പറ്റും. അത് പറഞ്ഞിട്ട് കാര്യമല്ല, വിമർശിക്കാൻ വേണം. നമുക്കത്. അതെ. ആ, ഓക്കെ, ആ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളുടെ വിമർശനത്തിൽ നിന്ന് തന്നെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ ആളാ. അതെ. ഞാൻ ചോദിക്കുന്നത് ഉം. ആ ഒരു നിങ്ങൾ വിമർശിക്കേണ്ടതല്ല, ഞാൻ ചോദിക്കുന്ന ഒരു ലോജിക്കാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആ ലോജിക്ക് എന്താണ്? യൂണിഫോമിനെയും പറഞ്ഞത്. അല്ല, ആ അത് യൂണിഫോമിനെ പറഞ്ഞു. യൂണിഫോമിലേക്ക് കാരണം എങ്ങനെ വെച്ചാല് കമ്പയർ ചെയ്യാം? അപ്പൊ ഒരു അതാണ് ഞാൻ പ്രത്യയശാസ്ത്രം പറയുന്നത്. ആ ഒരു പ്രത്യയശാസ്ത്രത്തെയും ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഒരു ഡ്രസ് കോഡിനെയും തമ്മിൽ എങ്ങനെ നിങ്ങൾ താരതമ്യം ചെയ്യണം? എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞുതരാം. ഉം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആനും റസൂലിനെയും അംഗീകരിച്ച് ജീവിക്കുന്ന ഉം, ആളുകൾക്കുള്ള ഒരു ജീവിത പദ്ധതി എന്നാ പറയുന്നത്. ഉം. അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് അവിടെ നിൽക്കാന്നാ. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ ഒരു യൂണിഫോം ഉണ്ട്. ഞാൻ പറയാണ് എനിക്ക് ആ സ്കൂളിൽ പോണ യൂണിഫോം ഇടൂല എന്ന് പറഞ്ഞാൽ ആ സ്കൂൾ അങ്ങനെയല്ലേ എന്നെ ഇതിന്റെ അംഗീകരിക്കൂല. പ്രശ്നം? അതേപോലെ അല്ല ഇത്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഖുർആൻ എന്ന് പറയുന്നത് അത് അംഗീകരിക്കുന്ന ആളുകൾക്ക് ജീവിക്കാനുള്ള ഒരു മാർഗദർശകമായി അവതരിപ്പിക്കപ്പെടുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. അത് അംഗീകരിക്കാത്ത മനുഷ്യരെ കുറിച്ച് വേണ്ടതും വേണ്ടാത്തതും ഇഷ്ടം പോലെ അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇല്ലേ? അത്ര അങ്ങോട്ട് നമ്മളൊന്നും പഠിച്ച അത്രത്തോളം പഠിച്ചിട്ടില്ല. നിങ്ങൾ അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ. ഖുർആൻ വിശ്വാസികളോട് പിന്നെ സതുപദേശം നൽകൽ മാത്രമാണോ അവിശ്വസിക്കുന്നവരെ കുറിച്ചുള്ള ആക്ഷേപം പറച്ചിലോട് ഖുർആനിലുണ്ടോ? നിങ്ങളെ മനസ്സിലാക്കൽ എന്താ?
അല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ കൊല ചെയ്യാൻ ഒരാളെ കൊല്ലാൻ പാടില്ല എന്ന്. അതുകൊണ്ട് പിന്നെ ഒരാളുടെ കൊലമയിലേക്ക് നമുക്ക് വരാം. ഞാൻ പറഞ്ഞത് ഇസ്ലാം എന്ന് ആ, പറയുന്നത് ഇത് ഇന്നതാണ് നമ്മുടെ ആശയം. ഇത് വിശ്വസിക്കുന്ന ആൾക്കാരും ഇങ്ങോട്ട് വരും. നമ്മൾ ഇന്ന രീതിയിൽ മുന്നോട്ട് പോകാം എന്ന് ഈ വിശ്വാസി സമൂഹത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവരുടെ അനുഷ്ഠാനവും ആരാധനയും മാത്രമാണോ ഖുർആനിലുള്ളത്? അതോ ഈ വിശ്വാസധാര അംഗീകരിക്കാത്ത മനുഷ്യരെ കുറിച്ചുള്ള പരാമർശങ്ങൾ, അവരോടുള്ള നിലപാടുകൾ, അവരോട് എങ്ങനെ സമീപനം സ്വീകരിക്കണം, അവരെന്ത് ചെയ്യണം, ഇനി ഈ വിശ്വാസധാരയിൽ ഒരാൾ ഉണ്ടായിരുന്നു അയാൾ പിന്തിരിഞ്ഞു പോയാൽ അയാളോട് എന്ത് സമീപനം സ്വീകരിക്കണം, ഇതൊക്കെ വിശദീകരിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇസ്ലാമിൽ? അതാണ് ചോദ്യം. അല്ല ഇസ്ലാമിൽ ഇതാക്കിയിട്ടുണ്ട്. കാരണം ഇസ്ലാമില് കപട സ്വാഭാവികമായിട്ട് വിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ മാതിരി യൂണിഫോം അയച്ചു പോകുന്ന പോലെ പോകാൻ പറ്റില്ല. കാരണം അതിന് പറ്റൂ. പുറത്തുള്ള ഞാൻ മനുഷ്യർക്ക് കപട പറഞ്ഞുതരാം വിശ്വാസികളെ കുറിച്ചാണ്. സിമ്പിൾ ആയിട്ട് അല്ലേ? പറഞ്ഞുതരാം. ഞാൻ പറയാം. ഒരു പ്രത്യയശാസ്ത്രം. ഇപ്പോ നിങ്ങളൊരു സ്കൂള് ആ, തുടങ്ങുന്നു. ആ സ്കൂളിൽ നിങ്ങളെ യൂണിഫോം നമുക്ക് വരികയാണ്. നിങ്ങളെ സ്കൂളിൽ ഒരു യൂണിഫോം ഉണ്ട്. നിങ്ങളെ സ്കൂളിലെ യൂണിഫോം ഓക്കെ. വിശദീകരിക്കുന്ന കൂട്ടത്തിൽ തന്നെ എഴുതുകയാണ്, ഈ യൂണിഫോം ഇടാത്തവരൊക്കെ മോശക്കാരാണ്, ഈ യൂണിഫോം ഇടാത്തവരൊക്കെ നജസാണ്, ഈ യൂണിഫോം ഇടാൻ തയ്യാറാകാത്തവരൊക്കെ ശപിക്കപ്പെട്ടവരാണ്, ഓലൊക്കെ അങ്ങനെ മോശക്കാരാണ്. പറയുന്നില്ലല്ലോ. ഒരു ഉണ്ടോ? മിനിറ്റ്. ഇങ്ങനെ പറഞ്ഞാല് നിങ്ങൾക്ക് ആ യൂണിഫോം ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കോ, അതോ ആ സ്കൂളിൽ യൂണിഫോമുമായി ബന്ധപ്പെട്ട ഈ വർത്താനം മുഴുവൻ തമ്മിടത്തിലാണ് നമ്മൾ പറയോ? നിങ്ങളാണെങ്കിൽ പറയൂല്ലേ? അല്ല അങ്ങനെ പറയുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് ഉം. ഇസ്ലാമിൽ ഞാൻ പറയുന്നില്ലേ, ഇസ്ലാമിൽ കപട വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നുണ്ട്. കപട വിശ്വാസികൾ എന്ന് പറഞ്ഞാല് അല്ലല്ലോ. ഇപ്പൊ ലിയാഖത്ത് ഭായിനപ്പൊ ഞാൻ പറയാം, ലിയാഖത്ത് ഭായിനെ ഞാനൊരു കാര്യത്തിൽ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, ലിയാഖത്ത് ഭായി ഞാൻ ഇസ്ലാം വിട്ട് എന്ന് പറഞ്ഞിട്ട് വിമർശിക്കുന്നതിന് അല്ല, അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇങ്ങനെയാണെങ്കിൽ വിമർശിക്കാലോ അല്ലെ? എങ്ങനെ? അതേ സ്ഥാനത്ത് ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയും, ഇസ്ലാമിനെ നിലക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചല്ലേ ഖുർആൻ പറയുന്നത്? അല്ല, അല്ലാത്തവരെ കുറിച്ചല്ലല്ലോ. ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ അല്ല, ഉണ്ട്. കപട വിശ്വാസികളെ കുറിച്ചല്ലേ കപട പറയുന്നത്? വിശ്വാസികളാണ്, മുനാഫിക്കാണ്. ആ മുനാഫിക്ക് അവരെ കുറിച്ചല്ലേ പറയുന്നത്? അല്ല, വിശ്വസിക്കുകയും ഇതാക്കുകയും ചെയ്ത ആൾക്കാരെ കുറിച്ചാണല്ലോ അല്ല, പറയുന്നത്. അല്ല, ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ് കേട്ടോ. അല്ല. അത് ഞാൻ ഞങ്ങൾക്ക് ഖുർആൻ പറയുന്നില്ലേ, വചനം പറഞ്ഞുതരാം. ആ നിങ്ങൾക്ക് ഖുർആനില് ഇന്നമൽ മുശ്രിക്കൂന നജസുൻ എന്നൊരു വചനമുണ്ട്. അത് സൂറത്ത് തൗബയിലാണ്, 28ാമത്തെ വചനാണ്. ഓക്കെ, ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ ആ, 28ാമത്തെ വചനം എടുത്ത് നോക്കിയോ. ഓക്കെ, ഇപ്പൊ നോക്കാനാവില്ല. ഞാൻ ഞാൻ നോക്കിക്കോളാം. വായിച്ചുതരാം. യാ യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രിക്. യാ യുഹല്ലദീന ആമനു പറഞ്ഞ ആരാ? ആ, ആ, മനുഷ്യരെ തന്നെയാണല്ലോ. യാ യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞല്ലോ. യാ യുഹൻ എനിക്കറിയില്ല. നാസാണ് മനുഷ്യര്. യാ നാസാണ് യുഹല്ലദീന മനുഷ്യര്. ആമനു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവരേ എന്നാണ്, മുഹമ്മദ് നബിയുടെ അനുയായികളെ എന്നാണ്. ഇന്നമൽ മുശ്രിക്കൂന നജസുൻ, തീർച്ചയായും മുശ്രിക്കുകൾ അതായത് ബഹുദൈവ വിശ്വാസികൾ അശുദ്ധർ തന്നെയാകുന്നു. ഫലാ യഖ്റബുൽ മസ്ജിദുൽ ഹറാമി ബഅദ ആമിഹിം ഹാദൻ. അത് ആ കാലത്ത് ഉള്ള ബഹുദൈവ ആരാധകരെ കുറിച്ചായിരിക്കൂടെ എന്നാണ് എന്റെ ചോദ്യം. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ ആയത്ത് അവരെ കുറിച്ചായിരിക്കാം. പക്ഷെ ഇന്നമൽ മുശ്രിക്കൂന നജസുൻ എന്ന് ഖുർആൻ പറഞ്ഞാൽ അതെങ്ങനെ ആ കാലത്ത് ഉള്ള അവരെ കുറിച്ച് മാത്രമാവുക? അല്ല, ബിംബാരാധകർ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ നോക്കി, ഈ മുജാഹിദ് സുന്നി വിവാദത്തിലൊക്കെ പറയുന്നില്ലേ ഖബർ ആരാധകർ എന്നതുപോലെ ഈ വിശ്വാസത്തിൽ തന്നെയുള്ള ആളുകളെ ഒരു കുറിച്ചാണെങ്കിലോ. മിനിറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാലേ, ഇവിടെ ഇപ്പൊ മുജാഹിദികളൊക്കെ പറയുന്നില്ലേ സുന്നികളെ കുറിച്ച് അങ്ങനെ അങ്ങോട്ട് ഈ രൂപത്തിൽ അങ്ങനെ ശിർക്ക് ചെയ്യുന്നവരെന്നായിരിക്കൂടെ ഞാൻ ചോദിച്ചത്. അതായത് നമ്മളെ നാട്ടിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ആൾക്കാരൊന്നും അല്ല. നമ്മളെ നാട്ടിൽ നിങ്ങൾ ഈ കാണുന്ന മുജാഹിദൊന്നും അല്ല പുറത്ത് മുജാഹിദ്. ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇന്ത്യൻ ഭരണഘടന ഉണ്ട്, ചട്ടക്കൂടുണ്ട്, നിയമമുണ്ട്, നിയമസംഹിത ഉണ്ട്, എല്ലാം ഉണ്ട്. അതിന്റെ താഴത്താണ് ഈ സാധനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ഈ വിശ്വാസം അല്ലെങ്കിൽ ഈ ഗ്രന്ഥം തന്നെ നിയമമാക്കപ്പെട്ട നാട്ടിലേക്ക് നിങ്ങൾ നോക്കി, അഫ്ഗാനിസ്ഥാന്, ഇറാന്, സിറിയ, ലെബനൻ, ഞാനിപ്പോ ഇറാഖ്. വിളിക്കുന്നത് ഖത്തറിന്നാണ്. യാക്കത്ത് ഭായി, നിങ്ങൾക്ക് എന്റെ നമ്പറും ഒക്കെ അറിയാലോ. അപ്പൊ ഇവിടെയൊക്കെ ഇപ്പൊ ഒരാളിപ്പോ പള്ളിയിൽ പോയില്ലല്ലോ ഇതാക്കിയാൽ ഇവിടെ അങ്ങനത്തെ ഒരു വലിയതായിട്ടൊരു ഇതൊന്നും ഞാൻ കാണുന്നില്ല ഇവിടെ. അങ്ങനത്തെ എനിക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലാ പിന്നെ. ഒരു മിനിറ്റ്. അതൊക്കെ എപ്പോ എന്ന് എങ്ങനെ മാറി നിങ്ങൾ ആലോചിക്കുകയും. നിങ്ങൾ സൗദിയിൽ മുത്തവ പോലീസ് ഇല്ലാതായിട്ട് എത്ര കാലായി? അത് കുറച്ചായി. അതെന്താന്ന് വെച്ചാൽ അത് കാലഘട്ടത്തിന്റെ സമ്മർദ്ദമാണ്. അത് നാട് മാറുന്നതിനനുസരിച്ച് മാറുന്നതാണ്. പ്രത്യയശാസ്ത്രം കിടക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ്.
അത് അതേ ഞാൻ അതേ ചോദിക്കുന്നത് രീതിയിൽ അവരിപ്പോ അതിൽ സ്ഥാപിക്കാൻ തന്നെ ശ്രമിക്കുന്നതാണ്. അടിയുറച്ച് നിക്കുന്നില്ലേ ഇല്ല ലിയാഖത്ത് ഭായി? ഇല്ല അടിയുറച്ച് നിൽക്കുന്നത് അവരിപ്പോ ഈ പ്രദേശങ്ങളിൽ ഇസ്ലാം പിന്നെ നേർത്തു പോയി എന്ന് പറഞ്ഞിട്ടല്ലേ അവിടെ IS ഒക്കെ ഖിലാഫത്ത് ഉണ്ടാക്കാൻ നോക്കുന്നേ. അങ്ങനെയല്ലേ താലിബാൻ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിക്കുന്നേ. ആ അല്ല, താലിബാൻ ഞാൻ ഇപ്പൊ മനസ്സിലാക്കട്ടെ. നടപ്പിലാക്കുന്നതാണ് ഖുറാന്. ഇപ്പൊ ഞാനിപ്പോ പച്ചക്ക് പറയാലോ, ആ ഇപ്പൊ നമ്മുടെ നാട്ടിലാണ് ഇപ്പൊ മഗ്‌രിബിന്റെ സമയത്ത് ഒരാൾ ഇരിക്കുന്നത് കണ്ടാല് ഉം, സ്വാഭാവികമായിട്ട് എന്താണ് ഇനി പള്ളിയിൽ പോകാത്ത നമ്മളായിട്ട് ചോദിക്കും. ഇവിടെ ഖത്തറിൽ ചോദിക്കും. അതുപോലും ചോദിക്കുന്നില്ല. ഇല്ല. ഖത്തറിലൊന്നും അതുപോലും ചോദിക്കൂല. അതെ. അപ്പൊ അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓല അത് വിട്ടു പോകുന്നു എന്നാണ് അർത്ഥം. അതല്ലാതെ ആ പ്രത്യയശാസ്ത്രം അങ്ങനെ ആയതുകൊണ്ടാണെന്നല്ല. അതേ സമയത്ത് ഉച്ചക്ക് റോട്ടിൽ കണ്ട മുത്തവ പോലീസുകൾ മറ്റേ തലയിക്കട്ട വാങ്ങി തലയിന്ന് മറ്റേ സാധനം അയച്ച് അടിച്ചിരുന്നില്ല ഇവിടെ. എനിക്ക് അത്ര അടിച്ചിരുന്നില്ലേ? എക്സ്പീരിയൻസ് ഇല്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഞാൻ പറഞ്ഞതല്ലേ, അപ്പൊ ഇത് ഞാനെന്താ അറിയോ, പ്രത്യയശാസ്ത്രം ഞാൻ എന്ന നിങ്ങളെ രീതിയിൽ വിളിക്കാൻ ഇതിന് കാരണം എന്താ ഇത്രേ വെച്ചാൽ ഉള്ളൂ ലോജിക്ക്. നിങ്ങൾ ഞാൻ നിങ്ങൾ വിമർശിക്കുന്നതിന്റെ ലോജിക്ക് ഇത്രേ കുറെ ഉള്ളൂ. വീഡിയോ കേട്ടിട്ടോ. നിങ്ങൾ കുറെ വീഡിയോ കേട്ടപ്പോ വിമർശിക്കുന്നതിന്റെ ലോജിക്ക് എനിക്ക് ഇത്രേ ഉള്ളൂ. വിമർശിക്കുന്നതിന്റെ ലോജിക്ക് ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ ഒരു കാര്യം, ഒരു പ്രത്യയശാസ്ത്രം, അത് അവരെ കുറിച്ച് മാത്രം പറയുകയും അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അതേ അതാ ഞാൻ സമയത്ത് ചോദിക്കുന്നത്. അതാ പറഞ്ഞേ, അതേ സമയത്ത് ഇതിനകത്ത് നിൽക്കുന്നവരെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും കമ്പയർ ചെയ്ത് സംസാരിക്കുകയും ഇത് വിശ്വസിക്കാത്തവരൊക്കെ മോശക്കാരായി ചിത്രീകരിക്കുകയും അവരൊക്കെ നരകാവകാശികളായിട്ട് പറയുകയും അവരെ ശപിക്കുകയും അവരെ കുറിച്ച് മോശം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥം, അതിനെ വിമർശിക്കാൻ അതിന് പുറത്തു നിൽക്കുന്ന ആൾക്കാർക്കും അതിൽ നിന്ന് പുറത്തു പോകുന്ന ആൾക്കാർക്കും അവകാശമുണ്ട്. ഇപ്പൊ എന്നെ കുറിച്ച് ഞാൻ പറയാം. ഞാനൊരു മുർത്തദ്ദാണ്. ഒരു മിനിറ്റ്. ഞാനൊരു മുർത്തദ്ദാണ്. മുർത്തദ്ദിനെ കൊല്ലണം എന്നൊരു പ്രത്യയശാസ്ത്രം ഉണ്ടാവുമ്പോ അതിനെ നഖശിഖാന്തം എതിർക്കേണ്ടത് ആ പ്രത്യയശാസ്ത്ര പ്രകാരം കൊല്ലപ്പെടേണ്ടവനായി വിധിക്കപ്പെട്ട എന്റെ മൗലികാവകാശമാണ്. ലിയാഖത്ത് ഭായിക്കെതിരെ അങ്ങനെ എന്തെങ്കിലും ഇത് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഹദീസിൽ കിടക്കുന്നുണ്ട് എനിക്കെതിരെ. അല്ല, ഹദീസൊക്കെ ഞാൻ പറഞ്ഞു ഖുറാൻ ലിയാഖത്ത് ഉണ്ട്. ഭായി, അതാ പറഞ്ഞേ. നമ്മളെ സമൂഹത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോന്നാ ചോദിച്ചത്. സമൂഹത്തിൽ നിന്ന് നേരിട്ട് അങ്ങനെ ഒരു അക്രമശ്രമം ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരയാക്കപ്പെട്ട എത്രയോ മനുഷ്യന്മാരുണ്ട്, എത്രയോ മനുഷ്യന്മാര്. ഞാൻ അതിനെ കുറിച്ചൊക്കെ എഴുതാൻ പോകുന്നുണ്ട്, അതൊക്കെ എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? എന്നെ കുറിച്ച് കൂടി പരാമർശിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് അത് എന്നത് കൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് തോന്നും പോലെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഞാൻ മനസ്സിലാക്കി. അത് അതേ സമയത്ത് നിങ്ങൾ പറയാണ് ഇപ്പൊ ഒരു പർട്ടിക്കുലർ വിശ്വാസത്തിലേക്ക് വന്ന മനുഷ്യരെ കുറിച്ച് അവര് എങ്ങനെ എഴുന്നേൽക്കണം, അവരെന്തൊക്കെ ചെയ്യണം, അവരുടെ കാര്യങ്ങൾ, അവരുടെ ആരാധന, അവരുടെ പ്രാർത്ഥന, ഇത് മാത്രം പഠിപ്പിക്കുന്ന ഒരു വേദഗ്രന്ഥാണ് ഖുറാനെങ്കിൽ ഞാൻ അതിനെ വിമർശിക്കൂല. അതല്ല ഖുറാന്. അതുകൊണ്ടാണ് അതിനെ വിമർശിക്കേണ്ടി വരുന്നത്. നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ പറയണത്. അത് വിശ്വസിച്ചവരെ കുറിച്ച് പറയുന്നതൊക്കെ കൂടുതൽ മറ്റുള്ളവരെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാനിപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നിങ്ങൾ മദ്രസയിൽ പോയിട്ട് പഠിക്കുന്ന എന്താ പറയാ അമലിയാത്തും തജ്വീദും അഖ്ലാഖും താരീഖും ഇതല്ല ഇസ്ലാം. അതില് നമ്മള് എന്തൊക്കെ ചെയ്യണം, മദ്രസയിൽ പഠിപ്പിക്കുന്നത് അതാണ്. പക്ഷെ നിങ്ങൾ ആ മദ്രസയിൽ തന്നെ ഒരു 12ാം ക്ലാസ്സിലൊക്കെ എത്തിയാല് ഇപ്പൊ ഇന്ന് നമ്മുടെ നാട്ടില് കേരളത്തില് സമസ്തയുടെ 12ാം ക്ലാസ് മദ്രസയുടെ ഫിഖ്ഹില് 18ാമത്തെയും 19ാമത്തെയും അധ്യായം ഏതെങ്കിലും മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, അതും ഏറ്റവും പുരോഗമന സമസ്ത എന്നറിയപ്പെടുന്ന EK സമസ്തയുടെ 12ാം ക്ലാസ്സിലെ ഫിഖ്ഹിന്റെ ടെക്സ്റ്റിലെ 18ാമത്തെയും 19ാമത്തെയും അധ്യായം നിങ്ങൾ ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറയും. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 12ാം ക്ലാസ് മദ്രസ +2 SKSF എന്ന് പറയാം. അതായിരിക്കും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. നമ്മളൊക്കെ പഠിച്ചതില്ല. 12ാം ക്ലാസ് മദ്രസയില് രണ്ടിലുണ്ട്, AP ലീക്കിലൊക്കെ ഉണ്ട്. മറ്റേത് APയുടെ ബുക്കിൽ എനിക്ക് എത്രാമത്തെ അധ്യായത്തിലെന്ന് നോക്കിയിട്ട് പറയണം. പക്ഷെ EKയുടെ നമ്മളൊക്കെ പഠിച്ച മദ്രസ ആയതുകൊണ്ട് ഞാൻ പറയാം. 12ാം ക്ലാസ്സിലെ ഫിഖ്ഹിന്റെ ടെക്സ്റ്റില് 18ാമത്തെയും 19ാമത്തെയും അധ്യായങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് ബാക്കി നമുക്ക് അതിനെ കുറിച്ച് പറയാം. അത് ഇന്നെ കുറിച്ചും കൂടിയാണ് പറയണത്. അപ്പോ ആയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് വിശദമായിട്ട് അതിനെ കുറിച്ച് അപ്പൊ സംസാരിക്കാം. ഓക്കെ, നിങ്ങളതൊന്ന് പരിശോധിച്ചിട്ട് വരും. ഓക്കെ.